ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, ബീൻസ് ബിസ്ക്കറ്റാണ്. അപ്പം ഞങ്ങൾ ബീൻസ് ബിസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചിലർക്ക് ഇത് മുട്ട ബിസ്ക്കറ്റും കോയിൻ ബിസ്ക്കറ്റുമാണ് അല്ലേ? വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നേരത്തെയൊക്കെ ഈ ബിസ്ക്കറ്റ് ബേക്കറികളിലൊക്കെ സുലഭമായിരുന്നല്ലോ. ഇപ്പോൾ ഉണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ആരും ഒന്ന് മേടിച്ച് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ചിക്കൻ റോൾ, പബ്സ്, സാൻഡ്വിച്ച്, ബർഗർ അതിൻ്റെയൊക്കെ പുറകെയാണല്ലോ, ഷവർമ അല്ലേ? അപ്പം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുക്കീസുകൾ ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള കുക്കീസുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ? വായോ. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ ആട്ടയിലാണ് ഉണ്ടാക്കുന്നത്, മൈദ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാനത് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ ബീറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് അത്യാവശ്യം നല്ലപോലെ ബീറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ആ പൊടിച്ച് വെച്ച പഞ്ചസാര അതിൽ ചേർത്ത് നല്ലവണ്ണം നമ്മൾ അതിനെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഫോർക്ക് വെച്ചാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വെച്ചൊന്ന് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഫോർക്ക് വെച്ചായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞും കയറി വന്നു. ഞാൻ എപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യാൻ പോയാലും എൻ്റെ കുഞ്ഞും കാണും എൻ്റെ കൂടെ. അവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അത് സന്തോഷമാണ്. അപ്പോൾ പിന്നെ കുഞ്ഞു പിള്ളേരുടെ സന്തോഷമല്ലേ, സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു. കേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ലവണ്ണം പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/4 കപ്പ് ബട്ടർ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഞാൻ ഇത് കുഞ്ഞിനോട് കൊടുക്കേണ്ടതായതുകൊണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇത് ബേക്ക് ചെയ്യാവുന്ന വെക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ആ ആട്ടയൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം കുഞ്ഞിനോടാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ അരിച്ചെടുത്ത് നമ്മുടെ ആ മിക്സറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്ങാനും നമ്മുടെ ഈ ബാറ്റർ ലൂസായി പോവുകയാണെങ്കിൽ ഏത് പൊടിയാണോ യൂസ് ചെയ്തത് ആ പൊടി കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അല്ല, ടൈറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അത്രയ്ക്ക് അങ്ങ് ലൂസാവാൻ പാടില്ല. ഈ ബാറ്റർ കുറച്ച് ടൈറ്റ് ആവണം. പക്ഷെ കാരണം നമ്മളിത് കുക്കീസിന് വേണ്ടിയാണല്ലോ ഉണ്ടാക്കുന്നത്, നമ്മുടെ ബീൻസ് ബിസ്ക്കറ്റ് അല്ലേ. അപ്പോൾ എനിക്കിത് പൈപ്പിംഗ് ബാഗ് ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു സിപ്പ് ലോക്ക് ബാഗ് എടുത്ത് ഇതുപോലെ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ബാറ്റർ സിപ്ലോ കവറിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ എൻഡൊന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ടോ എന്തെങ്കിലും വെച്ച് ഒന്ന് ടൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുക്കീസ് ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിന് ബേക്കിംഗ് പേപ്പറിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അത് നോൺ സ്റ്റിക്ക് ടൈപ്പാണ് ആ ട്രേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാവുന്നതാണ്, പൈപ്പിംഗ് ബാഗ് വെച്ച്. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തെടുക്കുകയാണ്. ഷേപ്പ് അത്രയ്ക്കങ്ങ് കറക്റ്റൊന്നും ആവുന്നില്ല, പക്ഷെ സാരമില്ല. അപ്പം നമ്മുടെ പണി ഇവിടെ ഏകദേശം പൂർത്തിയാകാറായി. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ആ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതാണ്. ഞാനൊരു 180 ഡിഗ്രി 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഞാനൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നേരെ ഓവനിലോട്ട് വെക്കാവുന്നതാണ്. കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിൽ ടൈമർ സെറ്റ് ചെയ്തത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ്. നമ്മുടെ കുക്കീസ് ഇവിടെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, നമ്മുടെ ബീൻസ് ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. ഒരു 18 മിനിറ്റ്സ് ഒക്കെ അപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് സെറ്റായി. അപ്പം ഇത് നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇങ്ങനെയുണ്ട് കാണാൻ, അടിപൊളിയല്ലേ? കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ സെക്കൻഡ് ബാച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതിനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ്.
ബേക്കറികളിലൊക്കെ ഇതിനെ ചില്ല് കുപ്പിയിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്കും ഇതിനെ ചില്ല് കുപ്പിയിലിട്ട് വെക്കാം അല്ലേ? അപ്പം അല്ലേ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ പൂർത്തിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.